എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പച്ചക്കറി വിളവെടുക്കുന്നത് കാണിച്ചു തരാം. നമുക്ക് പച്ചക്കറി പറിക്കാൻ പോവാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പച്ചക്കറി പറിക്കാൻ പോവാണ്. നമ്മുടെ പച്ചക്കറി നേരത്തെ നമ്മൾ നട്ടതെല്ലാം നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് വിളവെടുപ്പ് കാണിക്കാം. വിളവൊക്കെ എടുത്തവർ കുറേയൊക്കെ പറിച്ചു കടയിൽ കൊടുത്തു. എങ്കിലും നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ വ്യൂ. മാങ്ങയുണ്ട് ഗൈസ്. ഇത് മൂവാണ്ട മാങ്ങയാണ്. ഇവിടെ വേറെ മാവൊക്കെ ഉണ്ട്. ഇതെല്ലാം പുളിയൻ മാങ്ങയാണ്. മാങ്ങയെല്ലാം തറയെ വീണ് കിടക്കുന്നു. കറിവേപ്പ് ഇങ്ങനെയാണ് ഇവിടെ എല്ലാം വെച്ചേക്കുന്നത്. കറിവേപ്പാണ്. എന്നാലും ഇതിൽ കൂടുതൽ വെള്ളം ഇവിടെ കയറും. ഇതൊന്നും വെക്കാൻ പറ്റത്തില്ല. എല്ലാം ഇത് വേണ്ട, വെള്ളം കയറുന്നതിനെല്ലാം പൊക്കി വെച്ചേക്കും. ഒട്ടുമാവാണ് ഇത്. നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ സ്വന്തമായിട്ട് കിളുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കുപ്പച്ചീര. ഇതാണ് നിത്യവഴുതനങ്ങ. അപ്പം നമുക്ക് നിത്യവഴുതനങ്ങ പറിക്കാം. ഇത് നിത്യവഴുതന എന്ന് പറയാം. എന്നും ഇതിനകത്ത് വഴുതന പിടിക്കും. ഇതിൻ്റെ നിത്യമുള്ള നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും നല്ലതാണെന്നാണ് ഞാൻ, അതുകൊണ്ടാണ് ഇതിൻ്റെ നിത്യവഴുതന എന്ന് പേര് പറയുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കറിയത്തില്ല. നിത്യവഴുതന എല്ലാം ഒഴിച്ച് കിടക്കുകയാണ്. ഞാൻ ബേസ് എടുക്കുന്നുണ്ട്. മുല്ലമുട്ട കിടക്കണമെന്ന് അല്ലേ? ക്യാബേജ് ഒക്കെ വരുന്നുണ്ട്. ഇതിനകത്തുണ്ടല്ല. ഇതെല്ലാം ക്യാബേജാണ്. ക്യാബേജ് ഉണ്ടോ? ഇതിനകത്തുണ്ട് സാധനം. ഇതെല്ലാം എനിക്ക് കിളുത്ത് വരണം. ഇതെല്ലാം വൻപയറാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോക്കകത്ത് ചെറുപയറൊന്നുമെല്ലാം പറഞ്ഞു. വൻപയറാണ്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ പറിച്ച് കുറേയൊക്കെ കഴിഞ്ഞു. അതെല്ലാം നിപ്പുണ്ട്. ഇതിവിടെയൊക്കെ നിൽക്കുന്ന കണക്കെ വൻപയറാണ് ഗായ്സ്. ഇത് വിളവെടുത്ത് ഒരു ടിന്നോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞ്. ഇതാണ് നമ്മളന്ന് കണ്ട കോളിഫ്ലവറാണ്. ഇതെല്ലാം കുറേയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചെടുക്കുന്ന തക്കാളി പറിച്ചായിരുന്നേ, കാണിക്കാൻ മറന്നുപോയി. കോളിഫ്ലവർ നമുക്കിനി അടുത്തതിൻ്റെ പൊരിക്കുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഒരെണ്ണം തന്നെയാണ് ഈ കാണിക്കുന്നത്. നല്ല ഇത് മൊത്തം കോളിഫ്ലവറാണ്. കണ്ട കുറേയൊക്കെ നമ്മൾ പറിച്ച്. ഇതൊക്കെ ചെറുത് വരുന്നതേ ഉള്ളൂ. കണ്ട പറിക്കട്ടെ. പറിച്ചു കഴിഞ്ഞാലോ കുട്ടിങ്ങി പോയി. ഇതൊക്കെ വൻപയർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനകത്ത് പുഴുണ്ട്. ഇതൊക്കെ ഒറിജിൻ നല്ലതാ. നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞില്ല. കിട്ടുമാവ് അത് മാങ്ങയൊന്നും പിടിച്ചില്ല. പക്ഷെ പ്ലാവ് മേടിച്ച് ഇതിൻ്റെയൊക്കെ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടോ തക്കാളി എല്ലാം ഒരുമാതിരി പോകാറായി. ഒക്കെ നാടൻ തക്കാളി കേട്ടോ. അത് ഭയങ്കര പുളിയാണ് അതിന്.
നാടൻ തക്കാളി ആയാണ് വിഷം അടിക്കാത്ത സാധനം അതുകൊണ്ട് പുഴുണ്ട്. ചിലതിലൊക്കെ പുഴു കയറുന്നുണ്ട്, കേട് വരുന്ന തക്കാളിയിലൊക്കെ പുഴു കയറുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം നെല്ലൊക്കെ വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇതെല്ലാം പറിച്ച് നട്ട് എല്ലാം വന്നിട്ടേ ഉള്ളായിരുന്നു. ഇപ്പം നോക്കിയേ എല്ലാത്തിലും നെല്ലുണ്ട്. വിളഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ, നെല്ല് ഇതായതേ ഉള്ളൂ. തക്കാളി കുറേ തക്കാളി ഉണ്ട്, പക്ഷെ എല്ലാം പഴുത്തൊന്നുമില്ല. പഴുത്തെല്ലാം നമ്മൾ പറിച്ചായിരുന്നു. കുറേയൊക്കെ പുഴുണ്ട്, കേടുണ്ട് ഇതിനകത്ത്. ഇത് കണ്ട തക്കാളി എല്ലാം തറയിൽ കിടക്കുന്നുണ്ടോ? പറിക്കാതെ പോകുന്നതല്ല കേട്ടോ, എല്ലാം വാടി വീഴുന്ന പുഴുവും കയറുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് കണ്ടോ എല്ലാം ഈ ഒരു അവസ്ഥയിൽ. നിങ്ങൾ നോക്കുമ്പോൾ നല്ലതാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കും, പക്ഷേ ഇതിനകത്ത് പുഴുവായിരിക്കും. എൻ്റെ തക്കാളി നമ്മൾ കുറേയൊക്കെ പറിച്ച് മാറ്റിയായിരുന്നു. ഇതിനകത്ത് കിടപ്പുണ്ടതേ കുറേ കുഞ്ഞ്. ഇതൊക്കെ മെഴുക്ക് വെട്ടാനൊക്കെ നല്ലതാണ്. അതിനകത്ത് കിളിയുണ്ട് കേട്ടോ. ഇത് നാച്ചുറൽ ആണ്, അത് ഉണ്ടാക്കിയത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതല്ല. ഇഷ്ടം പോലെ ഉണ്ട്. ചിലപ്പോൾ ഇത് തറയിലൊക്കെ ഇവിടെ വീണ് കിടക്കുന്നതാണ്. ഇത് കേറാനുള്ള ഹോള് പിടിച്ച് വലിച്ചേ നോക്കട്ടെ. സ്ട്രോങ്. പിന്നെ ഇപ്പൊ ഇത്രയും താഴെ കിടന്നുണ്ടോ വരും. അതിന്റെ ഉമിനീരാണ് അതിന്റെ സിമന്റ്. ഇത് നമ്മൾ എടുത്തല്ല കേട്ടോ, ഇത് തന്നെ താഴെ ഉപേക്ഷിച്ച കൂടെല്ലാം തന്നെ വീഴുന്നേ താഴയിലോട്ട്. ഒരു പുതിയ കൂട് കെട്ടുമ്പോൾ പഴയതല്ല, ഇത് വിരിഞ്ഞിറങ്ങിയ കൂടാ. കിളി വിരിഞ്ഞിറങ്ങിപ്പോയ കൂടാ.